നിങ്ങൾ രണ്ട് സ്റ്റുഡൻസിൻ്റെ കാര്യം ആലോചിക്കാം. രണ്ട് സ്റ്റുഡൻസ് ഒരു എക്സാമിന് വേണ്ടി പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ രണ്ടാൾക്കും സെയിം ബുക്സ് ആണ് കിട്ടിയിട്ടുള്ളത്, സെയിം ടീച്ചേഴ്സാണ് അവരെ പഠിപ്പിക്കുന്നത്, പിന്നെ രണ്ടാളും സെയിം രീതിയിലാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്, എല്ലാം സെയിം രീതിയിലാണ്. പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് ആദ്യത്തെ സ്റ്റുഡൻറ്റിന് നല്ല മാർക്കും കിട്ടി, രണ്ടാമത്തെ സ്റ്റുഡൻറ്റിന് ജസ്റ്റ് ഒരു ആവറേജ് മാർക്കുമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇപ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്ന ഒരു കാര്യം, ആദ്യത്തെ സ്റ്റുഡൻറ്റിന് നല്ല ടാലൻ്റ് ഉണ്ട്, രണ്ടാമത്തെ സ്റ്റുഡൻറ്റിന് അത്ര ടാലൻ്റ് ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ്. പക്ഷേ ജെയിംസ് ക്ലിയർ ആറ്റോമിക് ഹാബിറ്റ്സിൽ പറയുന്നത് ഇങ്ങനെയൊന്നുമല്ല. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം ഹാബിറ്റ്സ് ആണെന്നുള്ളതാണ്. അതായത് ടാലൻ്റ് അല്ല, ഹാബിറ്റ്സ് കാരണമാണ് ഈ ആദ്യത്തെ കുട്ടിക്കും രണ്ടാമത്തെ കുട്ടിക്കും ഈ മാർക്കിൽ വലിയ രീതിയിൽ ഡിഫറൻസ് വന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതായത് രണ്ടാളും സെയിം സ്റ്റാർട്ടിംഗ് ലൈനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതായത് ജെയിംസ് ക്ലിയർ പറയുന്നത് നമ്മളുടെ ലൈഫിൽ നമ്മൾ മൈക്രോസ്കോപ്പിക് ലെവലിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ റെഡി ആണെങ്കിൽ, അതായത് ഏറ്റവും മൈക്രോസ്കോപ്പിക് ആറ്റോമിക് ലെവലിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ലൈഫിൽ വലിയ രീതിയിൽ നമ്മൾ പോലും വിചാരിക്കാത്ത അത്രയും വലിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ ഹാബിറ്റ്സ്, ഏറ്റവും മൈന്യൂട്ട് ലെവലിൽ നിന്ന് നമ്മൾ ഹാബിറ്റ്സിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം മതി എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നമുക്കൊരു മൈന്യൂട്ട് ലെവലിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇത്രയും വലിയ ഔട്ട്കംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡീസും റിസർച്ചിൻ്റെയും ഒക്കെ ബേസ്ഡിൽ പറയുന്നൊരു ബുക്കാണ് ഇത് ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് എന്നൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ഗ്രാഫും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, നമ്മളൊരു സ്റ്റുഡൻറ്റ് ഒരു 1% ഡെയിലി ബെറ്റർ ആവാമെന്ന് തീരുമാനിക്കുക. എന്ത് കാര്യം ആയിക്കോട്ടെ, ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും ഒരു ഡെയിലി ഒരു 1% ബെറ്റർ ആവാന്ന് എന്നുള്ള രീതിയിൽ വിചാരിക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കഴിയുന്ന സമയത്ത് മാത്തമാറ്റിക്കലി ഗ്രാഫിക്കലി പറയാണ്, ആ കുട്ടി തുടങ്ങിയിട്ടുള്ള സമയത്തേക്കാൾ 37.8 ടൈംസ് ബെറ്റർ ആയിരിക്കും. അത്രയും ടൈംസ് ബെറ്റർ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ആദ്യമുള്ള കുട്ടിയേക്കാൾ ഏകദേശം 40 ഇരട്ടി ബെറ്റർ ആയിട്ടുള്ളൊരു കുട്ടിയായിരിക്കും എന്ത്, ആ ഓരോ ദിവസം 1% ബെറ്റർ ആവാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് വരുന്ന മാറ്റം. അതേ സമയത്ത് ഒരു ദിവസം നമ്മൾ 1% വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് ആ കുട്ടി 0.03 ടൈംസ് അത്രയും വേഴ്സ് ആയി പോകും എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് ഗ്രാഫിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത്രയും, അതായത് 1% ബെറ്റർ ആയാൽ തന്നെ നമുക്ക് എന്ത് പറ്റുന്നുണ്ട്, ഏകദേശം 40 ടൈംസ് ബെറ്റർ ആവാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് ആ രീതിയിൽ അത്രയും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ തന്നെ പറയുന്നുണ്ട്, എയിമിംഗ് ഫോർ മാസീവ് ഓവർനൈറ്റ് ട്രാൻസ്ഫോർമേഷൻ ലീഡ്സ് ടു ബേൺ ഔട്ട്, ഫോക്കസ് പ്യൂർലി ഓൺ ഡെയിലി മൈക്രോവിൻസ്. അതായത് നമ്മൾ ഒരു ദിവസം തന്നെ പെട്ടെന്ന് വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ നോക്കിക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് ബേൺ ഔട്ട് ഉണ്ടാക്കുക എന്നല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടാർഗറ്റ് ചെയ്യേണ്ടത് ചെറിയ ചെറിയ വിൻസ്, ചെറിയ ചെറിയ മാറ്റങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫോക്കസ് ചെയ്യേണ്ടത്. ജസ്റ്റ് 1% എന്നുള്ള കാര്യങ്ങൾ, അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം വേണ്ടത്, നമുക്ക് ഒരു ഗോൾ ഉണ്ടായിരിക്കണം. നമുക്കിപ്പം നിങ്ങൾ ആലോചിക്കാം, നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു എക്സാം ക്രാക്ക് ചെയ്യണം, ഇപ്പോൾ JEE ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, അങ്ങനെ ഏതെങ്കിലും ഒരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള രീതിയിൽ ഒരു ഗോൾ ഉണ്ടായിരിക്കണം. അത് മസ്റ്റാണ്, ഗോൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് മസ്റ്റാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു എക്സാമിന് ഇപ്പോൾ JEE എടുക്കാം. ഇപ്പോൾ JEE പോലത്തെ ഒരു എക്സാമിൽ രണ്ടോ അല്ലെങ്കിൽ ഒരു 10 സ്റ്റുഡൻസിൻ്റെ കാര്യം വിചാരിക്കാം. അപ്പോൾ ഈ 10 സ്റ്റുഡൻസും നല്ല ടോപ്പ് 99% വാങ്ങുക എന്നുള്ളൊരു ടാർഗറ്റും വെച്ചിട്ടായിരിക്കും, ആ ഒരു ഗോളും വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ആ കോഴ്സിന് എൻറോൾ ചെയ്തിട്ടുണ്ടാവുക, ശരിയല്ലേ? പക്ഷേ എന്നാലും അവിടെ 1-2 കുട്ടികൾക്ക് മാത്രമാണ് അങ്ങനെ ടോപ്പ് 99%ലേക്ക് എത്താൻ പറ്റുന്നുള്ളൂ. എല്ലാവരുടെയും ഗോള് സെയിം ആയിരുന്നു. പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് എന്താണ്, ടോപ്പിൽ നിൽക്കുന്ന ആകെ 2-3 കുട്ടികളെ ഉണ്ടാവുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? എല്ലാവരുടെയും ഗോൾസ് സെയിം ആയിട്ടും നമുക്ക് റിസൾട്ട് വരുന്ന സമയത്ത് എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്? അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, പല ആൾക്കാരും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഗോളിലേക്കാണ്. നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായിരിക്കണം. അത് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ് ആയിരിക്കണം. നമുക്ക് ആ ഒരു കാര്യം നമ്മൾ മറന്നാലും കുഴപ്പമില്ല. ലൈക്ക് നമ്മൾ ജസ്റ്റ് ഒരു ഡയറക്ഷൻ, നമ്മൾക്ക് JEE ക്രാക്ക് ചെയ്യണം, 99% അല്ലെങ്കിൽ അങ്ങനെ നല്ല ടോപ്പ് റാങ്കിലേക്ക് എത്തണം, അത് ജസ്റ്റ് ഒരു മൈൻഡിൽ ഡയറക്ഷൻ കിട്ടുക എന്നുള്ളൊരു കാര്യം മാത്രമായിരിക്കണം. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, സിസ്റ്റമാണ്. നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കണം. അതായത് ഈ 99% വാങ്ങുക അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ അതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും? അതായത് 20 കെമിസ്ട്രി പ്രോബ്ലംസ് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 30 minutes ഓഫ് ഹൈപ്പർ ഫോക്കസ്ഡ് റിവിഷൻ, അങ്ങനെ ഓരോരോ ടെക്നിക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ഗോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, തീരെ ഫോക്കസ് ചെയ്യരുത്. നമ്മളുടെ ഫോക്കസ് കംപ്ലീറ്റ്ലി എവിടെ ആയിരിക്കണം,
സിസ്റ്റത്തിലായിരിക്കണം. ഗോൾ വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്, ഗോൾ ഉണ്ടായിരിക്കണം. അത് ജസ്റ്റ് ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. ഈ ഗോള് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണെങ്കിൽ ഈ 10 ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു എക്സാമ്പിൾ, 10 ആൾക്കാർക്കും ഈ ടോപ്പ് 99% കിട്ടണം. കാരണം 10 ആളും സെയിം ഗോളായിട്ടാണ് വരുന്നത്. പക്ഷേ ഈ 10 ആൾക്കും ഡിഫറൻസ് ആയിട്ട് വന്നത് എന്താണ്? സിസ്റ്റമാണ്. ഓരോ ആൾക്കാരും ഉണ്ടാക്കിയെടുത്ത സിസ്റ്റം, നമ്മൾ എങ്ങനെ പഠിക്കുന്നു, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, ആ ഒരു സിസ്റ്റമാണ് ഡിഫറൻസിൽ വന്നത്. അപ്പം നല്ലൊരു സിസ്റ്റം ഉണ്ടാക്കുക, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, അത് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കും, നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് കുറച്ച് ടെക്നിക്സ് ആണ് ഫോർ ഹാബിറ്റ്സ് ദാറ്റ് ഡെസ്ട്രോയ്. അതായത് നമ്മുടെ സക്സസ് ഡെസ്ട്രോയ് ചെയ്യുന്ന കുറച്ച് ഹാബിറ്റ്സും കാര്യങ്ങളാണ് പറയുന്നത്. വെയിറ്റിംഗ് ഫോർ ദി സ്പാർക്ക്. അതായത് പല ആൾക്കാരും എന്താണ് പ്രശ്നം, ഒരു മോട്ടിവേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിക്കും. അതൊരു വലിയൊരു മണ്ടത്തരാണ്. നമ്മൾ ഒരിക്കലും മോട്ടിവേഷൻ വന്നതിന് ശേഷം പഠിക്കാമെന്ന് വിചാരിക്കരുത്. ഓക്കെ, കാരണം മോട്ടിവേഷൻ എന്ന് പറയുന്നത് ചില സമയത്ത് ഉണ്ടാവും, ചില സമയത്ത് അത് കുറവായിരിക്കും. നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്ന സമയത്ത് മോട്ടിവേഷൻ ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മളെ പുഷ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റണം. ഓക്കെ, പഠിക്കുന്ന കാര്യത്തിൽ കൺസിസ്റ്റന്റ് ആവാതിരിക്കുക. എക്സോസിങ് യുവർ സെൽഫ് ഫോർ 14 hours on Sunday ഓൺലി ടു സ്റ്റഡി 0 hours on Monday and Tuesday. കണ്ടോ, ചിലപ്പോൾ ഞായറാഴ്ചകളിലൊക്കെ നമ്മൾ 14 മണിക്കൂറൊക്കെ പഠിക്കും, പക്ഷേ മൺഡേയും ട്യൂസ്ഡേയും നോക്കുമ്പോൾ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ആവരുത്. നമ്മൾ എന്ത് ചെയ്യണം, ഇൻകൺസിസ്റ്റൻസി എന്നുള്ളൊരു കാര്യത്തിലേക്ക് നമ്മൾ ഒരിക്കലും എത്തരുത്. കൺസിസ്റ്റന്റ് ആയിരിക്കണം ഏത് കാര്യത്തിലാണെങ്കിലും. പിന്നെ സ്കിപ്പിംഗ് റിവിഷൻ സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഒരിക്കലും എന്താ പറയുക, ചെയ്യാൻ പാടില്ല, ചെയ്യരുത്. റിവിഷൻ ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ബ്ലൈൻഡ് പ്രാക്ടീസ്, അതായത് വെറുതെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതിനേക്കാളും കൂടുതൽ സോൾവിങ് മോക്ക് ടെസ്റ്റ് റിപ്പീറ്റഡ്ലി വിത്തൗട്ട് ഡീപ്പ് പെയിൻഫുൾ പോസ്റ്റ് എക്സാം അനാലിസിസ് ഓഫ് എവരി സിംഗിൾ മിസ്റ്റേക്ക്. അതായത് വെറുതെ നമ്മളൊരു അനാലിസിസും കാര്യങ്ങളൊന്നും ഇല്ലാതെ വെറുതെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മളെ സക്സസിനെ, നമ്മൾ ആസ് എ സ്റ്റുഡൻറ്റ് നമ്മളെ സക്സസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന കുറച്ച് ഹാബിറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ മേക്കിംഗ് സ്റ്റഡി ഈസി. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഈ ബുക്കിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണെന്ന് പറയാം. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് പോയിന്റ്സ് ഉണ്ട്, അതിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആണത്. അതായത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങൾ, അതായത് നമുക്ക് ചെയ്യേണ്ട നമ്മളുടെ ഗുഡ് ഹാബിറ്റ്സ് അതെന്തായിരിക്കണം, ഹൈലി ഒബ്വിയസ് ആയിരിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റുഡൻറ്റ് പഠിക്കണം, അത് നമ്മളിപ്പോൾ സ്റ്റുഡൻസിൻ്റെ കേസാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നമ്മളെ ടേബിൾ ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക. നമ്മളെ ബുക്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി മുൻകൂട്ടി, നമ്മളിപ്പോൾ ഒരു 10 മണിക്ക് പഠിക്കാനാണെങ്കിൽ അതിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. കാരണം നമുക്ക് പഠിക്കാൻ തുടങ്ങിയിട്ട് നമുക്കൊരു ഫ്രിക്ഷനും ഉണ്ടാവാൻ പാടില്ല. 0 ഫ്രിക്ഷൻ ആയിരിക്കണം അവിടെ. അതായത് നമുക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻസോ ടെസ്റ്റ് സീരീസോ എന്തെങ്കിലും ചെയ്യാൻ പോകുകയാണെങ്കിൽ അതൊക്കെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതാണ് പറയുന്നത്, 0 ഫ്രിക്ഷൻ ആയിരിക്കണം അവിടെ ഉണ്ടാകുന്നത്. നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് ആ ഗുഡ് ഹാബിറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതേ സമയത്ത് ബാഡ് ഹാബിറ്റ്സ് ചെയ്യാൻ നമുക്ക് നല്ല ഫ്രിക്ഷൻ ഉണ്ടാവണം. അതെങ്ങനെ ഫ്രിക്ഷൻ ഉണ്ടാക്കുക, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു ഫോണിൽ കളിക്കുന്നത്, നമ്മൾ അനാവശ്യമായിട്ട് ഫോണിൽ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കേണ്ടതെന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫോൺ വേറൊരു റൂമിൽ പോയിട്ട് ലോക്ക് ചെയ്ത് വെക്കുക. ഇപ്പോൾ ജെയിംസ് ക്ലിയർ തന്നെ പറയുന്നുണ്ട്, ഇത് എഴുതിയ ആളെന്നെ പറയുന്നുണ്ട്, അയാൾ അങ്ങനെ ആയിരുന്നു ചെയ്തിരുന്നത്. അയാൾ ഫോൺ വേറൊരു റൂമിൽ പോയിട്ട് ലോക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് എന്താണ്, ഓട്ടോമാറ്റിക്കലി ഈ ഫോൺ പോയിട്ട് ഈ റൂമിൽ പോകണം, ചാവിട്ട് തിരിക്കണം, പിന്നെ ഈ ഫോൺ എടുക്കണം, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഒരു ഫ്രിക്ഷനാണ് അല്ലേ, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ അതിപ്പോൾ പല കേസിലും ഈ ഒരു സംഭവം ഉണ്ട്. ഇപ്പോൾ ആമസോണിൽ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ സാധനം വാങ്ങാൻ വളരെ ഈസിയാണ്, പക്ഷെ അത് റിട്ടേൺ അയക്കാൻ എന്താണ്, വളരെ ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? അതായത് ഈ ഒരു ടെക്നിക്ക് പല കേസിലും നമ്മൾ കാണുന്നതാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ ഫോണ് നമ്മളുടെ നോട്ട്സിന് അടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, കളിക്കാനുള്ള ടെൻഡൻസി കൂടും. അതേപോലെ ബുക്സൊക്കെ മെസ്സി ആക്കി വെക്കുകയാണെങ്കിൽ അത് പഠിക്കാനുള്ളൊരു ടെൻഡൻസി കുറേ ചെയ്യുക, കാരണം ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഫ്രിക്ഷൻ, നല്ല ഹാബിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കി വെക്കരുത്, അത് ആദ്യമേ സെറ്റ് ആക്കി വെക്കണം. ഇനി നല്ലതല്ലാത്ത ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രിക്ഷൻ ഉണ്ടാക്കി കൊടുക്കുക. ആ രീതിയിൽ ചെയ്താൽ നല്ല മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ ദി ലോ ഓഫ് നെവർ മിസ്സിങ് ട്വൈസ്. ഇത് അതായത് നമ്മൾ പലപ്പോഴും നമ്മളൊരു ഹാബിറ്റ് തുടങ്ങാനൊക്കെ നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 6 മണിക്ക് എണീക്കണം, അല്ലെങ്കിൽ ഒരു 5 o'clock ആകുമ്പോൾ എണീക്കണം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് പലപ്പോഴും പറ്റില്ല, ശരിയല്ലേ? അല്ലെങ്കിൽ ഏതൊരു ഹാബിറ്റ് ആയിക്കോട്ടെ, അപ്പോൾ ഒരു 5 കെമിസ്ട്രി ക്വസ്റ്റ്യൻ ഡെയിലി ചെയ്യണം, അപ്പോൾ അങ്ങനെ ഹാബിറ്റ്സ് ഒക്കെ ബിൽഡ് ചെയ്യുക, 1 തൊട്ട് 5 കെമിസ്ട്രി ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷേ നമുക്ക് പലപ്പോഴും അങ്ങനെ പറ്റാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഗ്രാഫ് എന്ന് പറയുന്ന ഡിസിപ്ലിൻ്റെ ഗ്രാഫ് ചിലപ്പോൾ പൊന്തും താവും ഒക്കെ ചെയ്യും, ഒക്കെ സ്വാഭാവികമാണ്, എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു ദിവസം ഒരു കാര്യം വിട്ടുപോയി, ഓക്കെ, പക്ഷെ 2ാമത്തെ ദിവസം അത് വിടാൻ നിൽക്കരുത്. അത് ചെയ്യാതെ നിൽക്കരുത്. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. മിസ്സിങ് 1 day ഓഫ് സ്റ്റഡി ഈസ് എൻ ആക്സിഡൻറ്റ്. അതായത് ഒരു ദിവസം നമ്മളൊരു സ്റ്റഡി മിസ് ചെയ്യുകയാണെങ്കിൽ അത് ആക്സിഡൻ്റ് ആണ്, അത് ഓക്കെ. പക്ഷെ 2 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്,
അത് മിസ് ചെയ്യാൻ നിൽക്കരുത്. കാരണം എന്താണ്, അങ്ങനെ 2 ദിവസം നിങ്ങൾ മിസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അത് പുതിയൊരു ഹാബിറ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ 2 ദിവസം നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു ഹാബിറ്റ് തുടങ്ങാന്ന് വിചാരിച്ചിട്ട് 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. പിന്നെ ഇത് കുറച്ച് എന്താണ്, എങ്ങനെയാണ് നമ്മളൊരു സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, അപ്പോൾ കറക്റ്റായിട്ട് അത് ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകണം. അത് ട്രാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും അതിൽ നിന്നിട്ട് ഗ്രാഫ്, നമ്മളെ ഡിസിപ്ലിൻ്റെ ഗ്രാഫ് ഡൗൺ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ പഠിക്കുന്ന നല്ല ടോപ്പർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഗ്രാഫ് ഡെയിലി ഡീപ്പ് സ്റ്റഡി ഹൗസ് ഗ്രാഫും കാര്യങ്ങളൊക്കെ, എന്താ പറയുക, സ്റ്റഡിൻ്റെ ഒരു സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഒരു സിസ്റ്റം, ആക്റ്റീവ് റിവിഷൻ്റെ തന്നിട്ടുണ്ട്, എറർ നോട്ട്ബുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കോമ്പൗണ്ടിങ് ലോങ് ടേമിലേക്ക് വരുന്ന സമയത്ത് എന്ത് മാറ്റം വരുന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കൊക്കെ പെട്ടെന്നൊരു ദിവസം പോയിട്ട് 6 hours ഒക്കെ പഠിക്കുക എന്നുള്ളത് പറയുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരു ദിവസം ഇപ്പോൾ ഒരു 1 hour പഠിക്കുക എന്നുള്ളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക. 1 hour ആണെങ്കിൽ അല്ലെങ്കിൽ 2 hour സെറ്റ് ചെയ്യാനുള്ള രീതിയിൽ സെറ്റ് ചെയ്യുക. ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലാണല്ലോ. അപ്പോൾ ആ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുവരാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ദിവസമൊക്കെ അറിയാതെ മിസ്സായി പോയിട്ടുണ്ടാവും, പക്ഷേ 2 ദിവസം ഒരിക്കലും എന്ത് ചെയ്യരുത്, കണ്ടിന്യൂസ് ആയിട്ട് മിസ് ചെയ്യരുത്. ഈ ഒരു ഹാബിറ്റ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെ സ്മോൾ ആക്ഷൻ ബിഗ് റിസൾട്ട്. അത് ഓരോ 5 ക്വസ്റ്റ്യൻസ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വർഷം കൊണ്ട് 1800 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ പഠിക്കുക, ഒരു കൺസെപ്റ്റ് ഡെയിലി പഠിക്കുകയാണെങ്കിൽ നമുക്കത് വലിയ റിസൾട്ടായിട്ട് ബാധിക്കും. അതേപോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എ ഡേ ദാറ്റ് ക്രിയേറ്റ് ടോപ്പേഴ്സ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു ടോപ്പേഴ്സിനെ ഉണ്ടാക്കാൻ നമ്മളുടെ ഒരു ഡേ ആ രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. മോർണിംഗ് ഡീപ് സ്റ്റഡി, ഐസൊലേറ്റ് യുവർ ഫോൺ. അതായത് നമ്മൾ രാവിലെ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഫോൺ ഐസൊലേറ്റ് ചെയ്യുക. അതായത് ഫോൺ നമ്മൾ അടുത്ത് വെക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. വേറെ എവിടെയെങ്കിലും റൂമിലൊക്കെ പോയിട്ട് ലോക്ക് ചെയ്ത് വെക്കുക. അത്രയും അത്യാവശ്യമാണെങ്കിൽ മാത്രം, അതായത് ഓൺലൈൻ ക്ലാസ്സോ അത്ര അത്യാവശ്യമായിട്ടുള്ള കേസിലൊക്കെ മാത്രം എന്ത് ചെയ്യുക, പാരൻസിൻ്റെ മുന്നിൽ നിന്ന് മാത്രം എന്ത് ചെയ്യുക, കാണുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തുണ്ടാവും, ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഇവരെ മുന്നിൽ നിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ കളിക്കാനൊരു ഫ്രിക്ഷൻ ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ആക്റ്റീവ് പ്രാക്ടീസ് തന്നിട്ടുണ്ട്, ആക്റ്റീവ് റിവിഷൻ, നൈറ്റ്ലി പ്ലാനിങ്. നൈറ്റ്ലി പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളൊരു ദിവസം എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അടുത്ത ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ്. ഓക്കെ, അപ്പോൾ ആ പ്ലാനിങ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, നാളത്തെ ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് പ്ലാൻ ചെയ്യുക. പിന്നെ ഇവിടെ പറഞ്ഞത് സിംഗിൾ കോമ്പൗണ്ട്, അതായത് 1% ഡെയിലി നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കാര്യത്തിലും ബെറ്റർ ആക്കിക്കുകയാണെങ്കിൽ അത് വളരെ വലിയ രീതിയിൽ, നമ്മളിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞു 37.8 times എന്നുള്ള രീതിയിൽ എന്തായിട്ട് വരും, നമ്മളൊരു വർഷം കഴിയുന്ന സമയത്ത് ബെറ്റർ ആയിട്ട് വരും. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, സക്സസ് ഈസ് ദി പ്രൊഡ്യൂസ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ഡെയിലി ഹാബിറ്റ്സ്, നോട്ട് വൺസ് ഇൻ എ ലൈഫ് ടൈം ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ അത് നിങ്ങളുടെ ഹാബിറ്റ്സ് ഇമ്പ്രൂവ് ചെയ്തിട്ട് എങ്ങനെ ഒരു വലിയ മാറ്റം നമ്മളെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് കൂടാതെ നമ്മളിപ്പോൾ നല്ല രീതിയിൽ ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും സ്റ്റുഡൻസിന് മെയിനായിട്ട് അനുഭവിക്കുന്ന ഒരു പെയിൻ പോയിന്റ് ആണ് എന്ത്, സബ്ജക്റ്റൊക്കെ പഠിക്കാൻ വരുന്ന സമയത്ത് നല്ല ബേസിക്സ് ഇല്ല എന്നുള്ളൊരു പ്രശ്നം അല്ലേ. പഠിക്കുന്ന മാത്സ് ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ട് എന്നൊരു വിഷയം. അപ്പോൾ ഈ പെയിൻ പോയിന്റ് കറക്റ്റായിട്ട് സോൾവ് ചെയ്യുന്ന രീതിയിൽ XNY ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ് XNY ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ സബ്ജക്റ്റിലും ഒരു 6th മുതൽ 10th വരെയുള്ള ക്ലാസ്സിലുള്ള ഓരോ സ്റ്റുഡൻസിനും നമ്മൾ എന്ത് ചെയ്യും, കുറച്ച്, അതായത് ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാത്രം കവർ ചെയ്യാതെ കുറച്ച് ഹയർ ലെവലായിട്ട് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും, പഠിപ്പിച്ച് തുടങ്ങും. അങ്ങനെ ആവുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ +1 +2 എത്തിയ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യും, ബേസിക്സ് ഉണ്ടായിരിക്കും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള JEE നീറ്റ് പോലത്തെ എക്സാംസിലൊക്കെ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ചാപ്റ്റർ വൈസ് അസസ്മെൻറ്റ്, ഓരോ ചാപ്റ്ററിൽ നിന്നിട്ടും അസസ്മെൻറ്റും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. 12,000+ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ അത് കൂടാതെ കറൻ്റ് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ 2,999 വരുന്ന ഒരു മാത്സ് ബേസിക്സ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഒരു കോഴ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കൊടുക്കും. June 30th വരെ നമുക്ക് അഡ്മിഷൻ ഉള്ളൂ. ആ ഡേറ്റ് കഴിഞ്ഞാൽ അഡ്മിഷൻ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. ലിമിറ്റഡ് സ്ലോട്ട്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.